കൊല്ലം കൊട്ടാരക്കര നീലേശ്വരത്ത് നിയന്ത്രണം വിട്ട ടിപ്പർ ലോറി ബസ് സ്റ്റോപ്പിലേക്ക് പാഞ്ഞു കയറി 3 മരണം. 2 പേരുടെ നില ഗുരുതരമാണ്. സ്ഥലത്ത് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് പരിശോധന നടത്തുന്നുണ്ട്. ബസ് കാത്തുനിന്നവരുടെ മുകളിലേക്കാണ് ടിപ്പർ പാഞ്ഞു കയറിയത്. രാജ്കുമാർ വിവരങ്ങളുമായി ചേരുകയാണ്. രാജ്കുമാർ, ഇതാ 3 പേർ മരിച്ചതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നിലവിൽ ഇപ്പോഴും അവിടെ ഈ ആളുകൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണോ? നിലവിൽ മരണം 3. അതിൽ ഒരാളുടെ മൃതശരീരം തിരിച്ചറിഞ്ഞു. ഒരു കുട്ടിയുടെയും ഒരു മുതിർന്ന ആളുടെയും മൃതശരീരം ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. അതേസമയം തന്നെ 6 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതില് 2 പേരുടെ പരിക്ക് സാരമായ പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ ഈ തിരുവനന്തപുരത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബാക്കിയുള്ളവർ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലും സ്വകാര്യ ആശുപത്രിയിലുമായി ചികിത്സയിലാണ്. ഇതിൽ ആകെ 9 പേരാണ് അപകടത്തിൽപ്പെട്ടു എന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. അതിൽ 3 പേരുടെ മരണം സ്ഥിരീകരിക്കുന്നു. അതിലൊരു കുട്ടി ഉൾപ്പെടെ 3 പേർ മരിക്കുന്നു. ബാക്കി ഉണ്ടായിരുന്നത് 6 പേർ. 6 പേർക്കും പരിക്കുണ്ട്. അതിൽ 2 പേരുടെ പരിക്ക് ഗുരുതരമാണ്. രാജ്കുമാറെ, നിലവിൽ ഈ പരിക്കേറ്റവരൊക്കെ കൊല്ലത്തുള്ള ആശുപത്രികളിൽ തന്നെയാണോ പ്രവേശിപ്പിച്ചിരിക്കുന്നത്? ഇതില് ഒരു കുട്ടിയെ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിലും 2 പേരെ തിരുവനന്തപുരത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും മറ്റുള്ള കുട്ടികളെ കൊട്ടാരക്കരയിലെ താലൂക്ക് ആശുപത്രിയിലുമാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. ഈ സ്കൂളുകളിലേക്കും മറ്റും പോകാനായിട്ടൊക്കെ കാത്തു നിൽക്കുകയായിരുന്നല്ലേ കുട്ടികൾ? അതെ, നീലേശ്വരം മുക്കോളി മുക്കിൽ വെച്ച് രാവിലെ ഇവര് ഈ ബസ് കാത്തു നിൽക്കുന്ന സമയത്ത് നിയന്ത്രണം വിട്ട് മണ്ണ് കയറ്റി വന്ന ടിപ്പർ ലോറി ഇടിച്ചാണ് ഇവർക്ക് അപകടം സംഭവിച്ചത്. എത്ര മണിയോടുകൂടിയായിരുന്നു രാജ്കുമാർ അപകടം? ഇത് രാവിലെ കൃത്യം 7 മണിക്കാണ് ഈ അപകടം സംഭവിച്ചത്. ഈ സമയത്ത് ഈ ബസ് സ്റ്റോപ്പിൽ ഇപ്പൊ ഈ സൂചിപ്പിച്ചതുപോലെ ബസ് സ്റ്റോപ്പിൽ കാത്തുനിന്ന ആളുകളാണ് അപകടത്തിൽപ്പെട്ടത്. കൊല്ലം കൊട്ടാരക്കര നീലേശ്വരത്താണ് നിയന്ത്രണം വിട്ട ടിപ്പർ ലോറി ബസ് സ്റ്റോപ്പിലേക്ക് പാഞ്ഞു കയറി അപകടമുണ്ടായിരിക്കുന്നത്. 3 മരണമാണ് ഇപ്പോൾ എന്തായാലും സ്ഥിരീകരിക്കാനായി സാധിക്കുന്നത്. ഇതിൽ 2 മുതിർന്ന ആളുകളുണ്ട്, ഒരു കുട്ടിയുമുണ്ട്. ഇതിൽ ഒരാളുടെ മൃതദേഹം മാത്രമാണ് ഇതുവരെ തിരിച്ചറിയാനായി സാധിച്ചിരിക്കുന്നത്. എന്തായാലും 2 പേരുടെ നില ഗുരുതരമാണ് എന്ന വിവരവും പുറത്തേക്ക് വരികയാണ്. ഇന്ന് രാവിലെയാണ് ഏറ്റവും ദാരുണമായിട്ടുള്ള ഈ സംഭവം ഉണ്ടായത്. ബസ് കാത്തുനിന്ന ആളുകളുടെ ദേഹത്തേക്കാണ് നിയന്ത്രണം വിട്ട ടിപ്പർ ലോറി, മണ്ണുമായി എത്തിയ ടിപ്പർ ലോറി പാഞ്ഞു കയറി. വലിയൊരു അപകടം തന്നെയാണ് രാവിലെ തന്നെ സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ഏകദേശം 10 പേരോളം ആ സ്ഥലത്ത് ഈ അപകടം നടക്കുന്ന സമയത്തുണ്ടായിരുന്നു. ഇവരുടെ ദേഹത്തേക്കാണ് ഈ അപകടം ഉണ്ടാകുന്നത്, ലോറി പാഞ്ഞു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. എന്തായാലും ഇപ്പോഴും അവിടെ സ്ഥലത്ത് തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. 3 പേർക്കാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. അത് സ്ഥിരീകരിക്കാനായി സാധിക്കുന്നു. മരിച്ചവരെ പൂർണ്ണമായും തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. ഒരാളുടെ മൃതദേഹം മാത്രമാണ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. എന്തായാലും വലിയ അപകടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. രാജ്കുമാർ, കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമാകുന്നുണ്ടോ രാജ്കുമാർ? ഇല്ല, നിലവില് ഈ 3 പേരുടെ മൃതശരീരങ്ങൾ ഇപ്പോൾ കൊട്ടാരക്കരയിലെ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. 2 പേർ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഒരാൾ കൊട്ടാരക്കരയിലെ സ്വകാര്യ ആശുപത്രിയിലും 2 പേർ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിലും ഒരാളെ വെഞ്ഞാറുമൂടുള്ള സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുമാണ് ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ പ്രേക്ഷകർക്ക് നൽകാൻ കഴിയുന്ന വിവരം. ഇത് രാവിലെ 7 മണിക്ക് മണ്ണ് കയറ്റി വന്ന ടിപ്പർ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം വിട്ട് ഈ ബസ് സ്റ്റോപ്പിലേക്ക് ഇത് പാഞ്ഞു കയറുകയായിരുന്നു. ആ സമയത്ത് അവിടെ 12ഓളം പേരുണ്ടായിരുന്നു. അതിൽ 9 പേർ അപകടത്തിൽപ്പെട്ടു. അതിൽ 3 പേർ മരിച്ചു. അതില് ഒരു കുട്ടിയും ഉൾപ്പെടുന്നു എന്നാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഇതില് ഒരാളെ മാത്രം തിരിച്ചറിയാൻ കഴിഞ്ഞു. ഹരിലാൽ എന്ന് പറയുന്ന ആളെ മാത്രമാണ് തിരിച്ചറിഞ്ഞത്. ഈ കുട്ടിയും ഈ ഇതിൽ ഉണ്ടായിരുന്ന ഒരു മുതിർന്ന ആളിനെയും ഇതുവരെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. അവരിപ്പോഴും അതിനുവേണ്ടിയുള്ള ശ്രമം നടക്കുന്നു. ആദ്യം ഒരു കൗശിക്കുന്ന ഒരു കുട്ടിയുടെ പേര് പറഞ്ഞെങ്കിലും ആ കാര്യത്തിൽ ഇതുവരെ ഒരു സ്ഥിരീകരണമൊന്നും ഇതുവരെ ആശുപത്രി അധികൃതർക്കോ പോലീസിനോ ഇതുവരെ സ്ഥിരീകരിക്കാനായിട്ടില്ല. അതേസമയം തന്നെ രക്ഷാപ്രവർത്തനം മുഴുവനും പൂർത്തീകരിച്ചു. മറ്റാരും മണ്ണിനടിയിലോ ഒന്നും ഇല്ല എന്ന് അത് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ആശ്വാസമാണ്. അത് ഇവിടം കൊണ്ട് നിന്നു. ബാക്കിയുള്ള 6 പേരാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലും തിരുവനന്തപുരത്തെ വെഞ്ഞാറുമൂട് സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിലും ഇപ്പോൾ ചികിത്സയിലുള്ളത്. മരിച്ച 3 പേരുടെ മൃതശരീരം ഇപ്പോൾ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ മാറ്റിയിട്ടുണ്ട്. ഈ മരണപ്പെട്ട ഹരിലാൽ അധ്യാപകനാണല്ലേ?
നമുക്ക് പ്രാഥമികമായ ഒരുപാട് വിവരങ്ങൾ നമുക്ക് ഇതുവരെ ലഭ്യമല്ല. പ്രാഥമികമായ വിവരങ്ങൾ മാത്രമാണ് അതൊക്കെ. ഈ അപകടം എങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യത്തിനകത്തും ഇതുപോലെ ഒരു വ്യക്തത വന്നിട്ടില്ല. നിയന്ത്രണം വിട്ട് ലോറി ഈ ബസ് സ്റ്റോപ്പിലേക്ക് പാഞ്ഞു കയറി എന്നാണ് ലഭിക്കുന്ന വിവരം. അമിത വേഗതയിലായിരുന്നു എന്നും ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. ഇതിനു മുമ്പും ഇത് പലവട്ടം ഈ വാഹനങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്നത് പോലീസ് വേഗതയിലാണ്, ഇവരുടെ വേഗത നിയന്ത്രിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് പോലീസിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും ആരും ചെവിക്കൊള്ളാൻ തയ്യാറായില്ല. ഇവര് ഇതുപോലെ അമിത വേഗതയിലാണ് ഈ ടിപ്പർ ലോറികൾ പലപ്പോഴും കടന്നു പോകുന്നത് എന്നും പരാതിയുണ്ട്. മാത്രമല്ല ടിപ്പർ ലോറിയുടെ മുകളിൽ അത് പാറയാണെങ്കിലും മണ്ണാണെങ്കിലും അത് കവറിട്ട് മൂടണമെന്നൊക്കെ പറയുന്ന കോടതി വിധികളൊക്കെ ഉണ്ട്. അത് പലപ്പോഴും പലരും പാലിക്കാറില്ല. ഇങ്ങനെയൊക്കെയുള്ള പരാതികളാണ് ഉയരുന്നത്. എന്തായാലും ഈ ഒരു കേസിൽ നിലവിൽ ഇതില് ഈ നിയന്ത്രണപ്പെട്ട് ഈ ടിപ്പർ ലോറി മറിഞ്ഞ് അതിലേക്ക് പാഞ്ഞു കയറി മണ്ണ് അവിടെ ഉണ്ടായിരുന്നവരുടെ മുകളിലേക്ക് വീഴുകയും ബസ് ഈ ടിപ്പർ ലോറി പാഞ്ഞു കയറിയാണ് ഈ അപകടം സംഭവിച്ചത്.